ലീഹ 6 മുതൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. സാധാരണ മറിയത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് വായിക്കപ്പെടുന്നൊരു വായനയാണിത്. ലോകത്തിൽ പിറക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ അമ്മയാകുവാൻ മറിയം തിരഞ്ഞെടുക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണിത്. ലോകത്തെ സൃഷ്ടിച്ചതും തൻ്റെ സ്നേഹവചനങ്ങളായി മനുഷ്യനെ സൃഷ്ടിച്ചതും സത്യദൈവത്തെ അറിയുവാൻ നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടതുമെല്ലാം നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ദാനമാണ്. തനിക്ക് ലഭിച്ച ആനുകൂല്യം മാനവകുലത്തിലെ മറ്റാരെക്കാളും മറിയം കാത്തുസൂക്ഷിച്ചു. അതാണ് നാമും മറിയവും തമ്മിലുള്ള വ്യത്യാസം. ദൈവം ഏൽപ്പിച്ച തങ്ങളുടെ നിയോഗം കാത്തുസൂക്ഷിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന് യേശു പറഞ്ഞതിൻ്റെ പൊരുൾ അതിനാൽ വലിയൊരു ധ്യാനവിഷയമാണ്. യേശുവിൻ്റെ അമ്മയായി എന്നതല്ല, അവൻ്റെ വചനങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ ഗ്രഹിച്ച് ജീവിച്ചു എന്നതാണ് അവളെ ഉയർന്ന സൃഷ്ടിയാക്കിയത്. അതിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. താലന്തിൻ്റെ ഉപമയിൽ എന്നതുപോലെ ലഭിച്ച തോതിനനുസരിച്ച് ദൈവകൃപ പരമാവധി വർദ്ധിക്കുവാൻ നമുക്കും ശ്രമിക്കാം.